ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വീണ്ടും ഒരു വീക്കെൻഡായി. ആൻഡ് ഈ വീക്കെൻഡ് അത്ര നമുക്ക് എന്താ പറയുക, ഒരു ഹാപ്പനിങ് വീക്കെൻഡ് അല്ല. കാരണം മറ്റേന്താണ്, കോൾഡും ഫ്ലൂ ഒക്കെ വീണ്ടും പിടിപെട്ടു. ആൻഡ് മൈ ഹസ്ബൻഡ് ഇസ് പിന്നെയും സിക്ക്. അപ്പോൾ ആൾക്ക് അത്ര ഒരു താല്പര്യം ഇല്ലാത്തൊരു വീക്കെൻഡായിരുന്നു ഇന്ന്. പക്ഷെ എനിക്കിങ്ങനെ വീട്ടിലിങ്ങനെ അടച്ചിട്ടിട്ട് എനിക്കൊരുമാതിരി ഒരു ഫീലിങ്. അപ്പം രാവിലെ മൊത്തം സക്സസ്ഫുള്ളി വേസ്റ്റ് ആക്കിയിട്ട് ഞങ്ങൾ ഇന്ന് ഈവനിങ് ഒന്ന് പുറത്തോട്ടൊക്കെ നിറങ്ങി കുറച്ച് ശുദ്ധവായൊക്കെ കൊണ്ട് ഒരു സിനിമയ്ക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. സോ ദിസ് വീഡിയോ ഇസ് ബേസിക്കലി സ്പെൻഡ് സൺഡേ ഈവനിങ് വിത്ത് us. സോ ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. നാലേ കാലിലാണ് നമ്മുടെ സിനിമ. ഇപ്പം 3:46, 3:45 ഇറങ്ങണം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഞാൻ കുറച്ചു നേരം ടി വിയെല്ലാം കണ്ടിരുന്ന് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായി ലേറ്റാണ് സുഹൃത്തുക്കളെ. അപ്പോൾ വേഗം കുളിച്ച് റെഡിയായി. അപ്പോഴാണ് ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വെച്ചു അത് കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന്. നമ്മളൊക്കെ ഭയങ്കരമായിട്ട് കേട്ട ഒരു ടേമാണ് ഈ സ്ട്രോബെറി സ്കിൻ അല്ലെങ്കിൽ കെരാറ്റോസിസ് പിലാരിസ് എന്ന് പറയുന്ന സംഭവം. അത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് നമ്മുടെ സ്കിന്നിൽ കെരാറ്റിൻ എന്താ പറയുക, ആ ഒരു ഹെയർ ഫോളിക്കിൾസിൽ അടഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഡോട്ട് ആയിട്ടുണ്ടാവും. നമ്മൾ സ്ട്രോബെറിയുടെ സ്കിന്നില്ലേ, അങ്ങനെ ഡോട്ട് പോലെ. അപ്പോൾ ആ സംഭവമാണ്. അതിപ്പോൾ ആക്ച്വലി കുറച്ച് അധികം ഫേമസ് അല്ല, മീൻസ് കുറച്ചും കൂടി ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാലമാണിത്. പക്ഷെ എനിക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പം വന്നായിരുന്നു എൻ്റെ കയ്യിലൊക്കെ. അപ്പോൾ ഞാൻ ഈ കുട്ടി സ്ലീവ്സ് ഒക്കെ ഇടുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോട്ടീസ് ചെയ്തിട്ട് എന്താ കയ്യിൽ ഇത് പകരുമോ എന്നൊക്കെ. അപ്പം അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അണ്ടർ കോൺഫിഡൻറ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു എനിക്ക്. അപ്പം ഞാൻ കുറേ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ട്. അപ്പം അവർ ഈ പറയുന്ന കുറച്ച് ക്രീംസ് സജസ്റ്റ് ചെയ്യും, സോപ്പ് മാറാൻ പറയും. പക്ഷേ ഇറ്റ് നെവർ റിയലി ഹെൽപ്പ്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒരു എന്താ പറയുക ഷോർട്ട് സ്ലീവ്സ് യൂസ് ചെയ്യുന്നത് നിർത്തി. ലോങ്ങർ സ്ലീവ് ഡ്രസ്സസ് മാത്രമായിരുന്നു ഞാൻ ഇടാറുണ്ടായിരുന്നത്. പിന്നെ ആഫ്റ്റർ പോയിന്റ് നമ്മൾ തന്നെ നമ്മുടെ എന്താ പറയുക കുറവുകളൊക്കെ എംബ്രേസ് ചെയ്യാൻ തുടങ്ങി. നൗ ഐ എം ലൈക്ക്, അതെൻ്റെ സ്കിന്നിലുണ്ട്, എനിക്കതൊരു ദോഷമില്ല, ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഇസ്. പക്ഷേ ഇത് നമുക്ക് ആക്ച്വലി കുറേ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരളവ് വരെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു സ്മോൾ ബംസും ആ ഒരു എന്താ പറയുക വൈറ്റ് ഹെഡ്സ് ഒക്കെ പോലെ വരുന്ന സാധനത്തിൽ നമുക്ക് കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള 1-2 പ്രോഡക്ട്സ് ഉണ്ട്. സോ ഐ തോട്ട് ലൈക്ക് ഞാനത് നിങ്ങൾക്കും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു സംഭവങ്ങളാണ്. എസ്പെഷ്യലി ബാക്ക് സൈഡിലും പിന്നെ ഈ ഒരു സൈഡിലും 2 കയ്യിലുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കുറേ ആൾക്കാർ പണ്ട് ഈ ഒരു സംഭവം വെച്ചിട്ട് എന്താ പറയുക, ഒരുമാതിരി ഇങ്ങനെ കയ്യിലുണ്ടല്ലേ, അതാണ് എന്താ ഇത് തൊട്ടാ പകരും അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ആക്ച്വലി ഭയങ്കര കോൺഫിഡൻസ് നമ്മളെ കുറയ്ക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചും കൂടി ആൾക്കാർക്ക് ഓക്കെ അതെന്താണെന്ന് അറിയാതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു എന്താ പറയുക നമുക്കൊരു കോൺസെൻട്രേഷൻ വരുന്നില്ല എവിടെയും. പക്ഷെ എനിക്കിത് വളരെ കാലം മുമ്പ് എനിക്കിത് നല്ലപോലെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാനത് ആരെങ്കിലും എൻ്റെ മുന്നിൽ വെച്ച് ആരെങ്കിലും വേറെ അങ്ങനെ ചോദിക്കുന്നത് കാണുമ്പോൾ ഒക്കെ ഞാൻ പറയാറുണ്ട് ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. ഇപ്പം എല്ലാവർക്കും ഉണ്ട്, അതൊരു കണ്ടേജിയസ് ഡിസീസും ഒന്നുമല്ല. സോ എപ്പോഴും മറ്റുള്ളവർക്ക് നമുക്കിപ്പം മുഖക്കുരു ഉള്ള ആൾക്കാരെ മുഖത്ത് കുരു ഉണ്ടോ അല്ലെ തടിച്ചല്ലോ അങ്ങനെ പറയുന്നതൊക്കെ നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക അവോയ്ഡ് ചെയ്യേണ്ട കാലമായി. കാരണം ഇറ്റ്സ് 2025, ലൈക്ക് ലെറ്റ് പീപ്പിൾ ബി പീപ്പിൾ. അതാണ് അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ദീസ് ആർ ലിറ്റിൽ തിങ്സ് ദറ്റ് യു നോ ദറ്റ് ക്യാൻ ആക്ച്വലി മേക്ക് അതർ പീപ്പിൾസ് ലൈഫ് ബെറ്റർ ആൻഡ് ഹാപ്പി, ഐ ബിലീവ്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഇവിടെ ഒരു പ്രൊഡക്റ്റാണ്. ഒന്ന് ഈ കെമിസ്റ്ററ്റ് പ്ലേ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു AHA ബോഡി ലോഷൻ. യൂഷ്വലി ഇതിന് ഈ ലാക്റ്റിക് ആസിഡ്, AHA പിന്നെ എന്താണ് ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ സ്കിന്ന് റബ്ബ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. സോ എനിക്ക് ഈ ഒരു ബോഡി ലോഷൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി ആ ഒരു ബംസ് ഒക്കെ വരുന്ന കുറച്ചും കൂടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല, അതൊരു ഏജ് വരെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ ഡോക്ടർ ഷീത്തിൻ്റെ. ഇതും ഒരു ടീ ട്രീ ആൻഡ് ലാക്റ്റിക് ആസിഡ് ബോഡി ലോഷനാണ്. ഇത് രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഇതല്ലാതെ ഞാൻ നാട്ടിലുണ്ടാകുന്ന സമയത്ത് സുഗന്ധ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ ഒരളവ് വരെ നമുക്ക് നമ്മുടെ ഈ സ്ട്രോബെറി സ്കിന്നും എന്താ പറയുക ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കുറച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ എൻ്റെ കെമിസ്ട്രി പ്ലേൻ്റെ എനിക്ക് തോന്നുന്നത് എൻ്റെ രണ്ടാമത്തെ
രണ്ടാമത്തെ ബോട്ടിലാണ്. സോ ഇത് കെമിസ്ട്രി പ്ലേന്റെ ബോഡി ലോഷൻ അല്ലാതെ ഇവരുടെ ബോഡി വാഷും ഉണ്ട് ലാക്റ്റിക് ആസിഡിന്റെ ഒക്കെ. സോ ഇങ്ങനത്തെ ആക്ടേഴ്സ് ആക്ച്വലി കുറച്ചും കൂടി നല്ലതാണ് ആ ഒരു ബംസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതല്ലാതെ നമുക്ക് ലൈക്ക് വീക്ക്ലി നമ്മൾ ഷേവ് ചെയ്യുന്ന ഒക്കെ സമയത്ത് നമ്മൾ ഫസ്റ്റ് സ്ക്രബ് യൂസ് ചെയ്തിട്ട് ഫുൾ ബോഡി സ്ക്രബ് യൂസ് ചെയ്തിട്ട് പിന്നെ ഷേവ് ചെയ്യുമ്പോഴും ഈ പറയുന്ന പോലെ തന്നെ ആ ഒരു ഡെഡ് സ്കിൻസും ആ ഹെയർ ഫോളിക്കിൾസിനകത്തുള്ള പാർട്ടിക്കിൾസ് ഒക്കെ അങ്ങ് പോവും. അതിനുശേഷം നമ്മൾ ഷേവ് ചെയ്യുന്നതും ഹെൽപ്ഫുൾ ആണ്. ഇതൊന്നും അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെങ്കിൽ കൂടിയിട്ടും ഇറ്റ് ഡസൻ മേക്ക് യു ലെസ് ബ്യൂട്ടിഫുൾ. നമ്മുടെ എല്ലാ ഫ്ലോസും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് റിയൽ ബ്യൂട്ടി എന്ന് പറയുന്നത്. സോ ഈ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ പെർഫെക്റ്റ് ആയി നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ടൊന്നും നിൽക്കുന്നില്ല. ദീസ് ആർ ലിറ്റിൽ മെഷേഴ്സ് നമുക്ക് എടുക്കാവുന്നത് ഓൺ ആർ ഡെയിലി റുട്ടീൻ. സോ ഐ ഹോപ്പ് ദാറ്റ് ഹെൽപ്സ്. പറഞ്ഞു 3:50 ഞാൻ വേഗം പോയി റെഡി ആട്ടിനി. ഗെറ്റിംഗ് റെഡി വിത്ത് മീ ഇൻ ലെസ് ദാൻ 10 minutes. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു സിറം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഓർഡിനറിയുടെ നൈസിനമൈഡ് സിറാണ്. കറക്റ്റ് വേണമെങ്കിൽ സൈഡിൽ നല്ല ടൈമറും യൂസ് ചെയ്തോ. ഞാൻ 10 മിനിറ്റിനുള്ളിൽ എൻ്റെ സ്കിൻ കെയർ പിന്നെ എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിയുമെന്ന് എൻ്റെ ഭർത്താവിന് ഞാൻ തെളിയിച്ചു കൊടുക്കണം. അതിനുശേഷം ഞാനൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്. ഐ ലവ് ദിസ് മോയ്സ്ചറൈസർ. ഇത് ബ്യൂട്ടി ഓഫ് ജോസോണിൻ്റെ റെഡ് ബീം വാട്ടർ ജെല്ലാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. കുറച്ച് വെയിൽ കാണുന്നുണ്ട്. സോ അതുകൊണ്ട് സൺസ്ക്രീൻ. ഇത് ഡെർമാക്കോൻ്റെ SPF 50. അത്യാവശ്യം നല്ലപോലെ എടുക്കുക. സോ ലിപ് ബാമിന് ഞാൻ ഈ ഡോക്ടർ പോപ്പോൻ്റെ ഒരു ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഓൾസോ വെരി ഗുഡ്. കഴിഞ്ഞു. ആൻഡ് മേക്കപ്പിന് അങ്ങനെ കാര്യമായിട്ട് നമ്മൾ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാനൊരു എൻ്റെ പേര് കൺസീലർ മാത്രം മതി. ഈ കൺസീലർ ആക്ച്വലി ഭയങ്കര നല്ലതാണ്. നമുക്ക് ഒരു ഫേസിനൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടും. റെഡി ആയില്ലേ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഭർത്താവുണ്ട്. നമ്മൾ വേഗം തന്നെ അവിടെ സാധനങ്ങളൊക്കെ നമ്മൾ എന്റെ ജീവിതത്തിൽ ഒരു സിനിമ പോലും ലേറ്റ് ആയിട്ട് കണ്ടിട്ടില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് കല്യാണം കഴിച്ചോ അന്ന് മുതലേ സിനിമയ്ക്ക് ലേറ്റ് ധൈര്യം ക്യാമറയുടെ മുന്നിലൊക്കെ പറഞ്ഞു. ആവശ്യമില്ല, ക്യാമറയിലെ ആൾക്കാർ കേൾക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഹോളിവുഡ് ഫിൽറ്റർ ഷാർലറ്റ് ടിൽബറിയുടെ യൂസ് ആക്കുന്നുണ്ട്. നോട്ട് ഗോയിങ് ഫോർ എ ഫൗണ്ടേഷൻ ബിക്കോസ് ഐ ജസ്റ്റ് ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്. അതിന്റെ 10 മിനിറ്റ് 5 മിനിറ്റ് കഴിഞ്ഞോ? 3:55. I started at I don't know when you started. ഞാൻ 10 മിനിറ്റിനുള്ളിൽ ചെയ്യുന്ന പറഞ്ഞത്. I don't even need 10 minutes. Like I can. And now I'm stressing out. പറക്കാൻ പറ്റില്ല. Shut up. അത് കഴിഞ്ഞിട്ട് നമ്മള് ഒപ്പിച്ച ബ്ലഷ്. Lots and lots of blush. ബ്ലാക്ക് എടുത്തു. പക്ഷെ അതെല്ലാം കൊള്ളുവോ? എന്റെ പേഴ്സ്, കേളർ. ഞാൻ ഇവിടെ വീഡിയോയിൽ പറഞ്ഞു. സൺഗ്ലാസ്. എന്റെ കണ്ണ് ഞാൻ കഷ്ടപ്പെട്ട് ലേസർ ചെയ്ത് എന്റെ കണ്ണ്. മൈ ബ്യൂട്ടിഫുൾ ഐസ് ഗൈസ്. ഇത് നെറ്റീസിന്റെ ഒരു മസ്കാര. ഐ എം ലിറ്ററലി പാനിക്കിങ്. ഫസ്റ്റ് ഓഫ് ഓൾ മൂവി സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് സമയമെല്ലാം മറ്റേ പരസ്യമായിരിക്കും. ഏത് മൂവിയാന്ന് പറഞ്ഞില്ലല്ലോ നമ്മള്. ഞങ്ങൾ ആക്ച്വലി രേഖാചിത്രം കാണാൻ പോവാം. കുറെ കാലത്തിന് ശേഷമാണ്. ആക്ച്വലി കുറെ കാലത്തുണ്ട്. ബേസിക്കലി ഞങ്ങൾ നവംബറിൽ നാട്ടിൽ പോയപ്പോഴാണ് ഐ തിങ്ക് ലാസ്റ്റ് ഒരു മൂവി കണ്ടത്. അതിനിടയ്ക്ക് ഞാൻ ബ്രോസ് ഫില്ലാക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ ഈ അടുത്ത് ഏതായിരുന്നു അനസ്താസിയയുടെ ഒരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. നമ്മൾ വിജയിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ കുറച്ച് കഴിഞ്ഞു. ഇനി ലിപ് ബാം ആൻഡ്
ഫെൻറ്റിയുടെ ലിപ് ഗ്ലോസ്. ഐ ലവ് ദിസ് ലിപ് ഗ്ലോസ്. ഇതിൽ അടിയിലൊരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് വേണമായിരുന്നു ഇതിടാൻ, എന്നാലേ ആ ഒരു കളർ കറക്റ്റ് അറിയുള്ളൂ. ബട്ട് സിൻസ് വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം, ആസ് ഓൾവേസ് മുടിക്ക് പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് നമുക്കൊന്നും ചെയ്യണ്ട. കഴിഞ്ഞു. See, I can literally get ready under 10 minutes. So yes, this is the final look. കാര്യമായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. But still, see, എല്ലാവരും പറയും പെൺപിള്ളേർക്കാണ് ഏറ്റവും ലേറ്റ് ആവുക റെഡി ആവാന്നൊക്കെ. ബട്ട് നോ, നോട്ട് വിത്ത് മീ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, സ്പ്രേ. നമ്മൾ അണ്ടർ 10 മിനിറ്റ്സ് റെഡിയായി. പിന്നെ ഈ ഡ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഔട്ട്ഫിറ്റ് പറയണം. അപ്പോൾ ഏതൊക്കെ സാധനങ്ങൾ മേടിച്ചു എന്നൊക്കെ പറയണോ. ഈ പാൻറ് എൻ്റെ സിസ്റ്ററിൻലോ ചിന്നുൻ്റെത്. അവൾ വാങ്ങിയിട്ട് അവളെന്തിനോ അവൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് തന്നു. ഈ ടോപ്പ് എൻ്റെ സ്വന്തം. ഈ ഷർട്ട് ആദിയുടേത്. പിന്നെ ഈ ബാഗ് എവിടുന്നാന്ന് എനിക്ക് ഓർമ്മയില്ല, എവിടുന്നോ മറ്റേ ഡിസ്കൗണ്ടിൽ കിട്ടിയൊരു ബാഗ്. പിന്നെ എൻ്റെ ഗെസ്സിൻ്റെ സൺഗ്ലാസസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. സോ ഇനി നമുക്ക് പോവാം, അല്ലെങ്കിൽ എൻ്റെ കിട്ടിയ കൊല്ലം. ബാ. എൻ്റെ സുഖമില്ലാത്ത കുട്ടിയും കൂട്ടി ഞാൻ സിനിമയ്ക്ക് പോകുന്നു. എന്ത് തോന്നുന്നു? അങ്ങനെ ഞങ്ങളുടെ 2 പേരുടെയും വണ്ടികൾ ഒരു വണ്ടിയുടെ നടുക്ക്. ചുപ്രക്കുട്ടൻ ആൻഡ് മൈ ഗോഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്നത്തെയും പോലെ ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. പക്ഷേ സിനിമ തുടങ്ങുമ്പോൾ എന്തായാലും സിനിമയുടെ മുന്നിൽ കുറച്ച് മറ്റേ ഇതൊക്കെ ആയിരിക്കുമല്ലോ, പരസ്യമൊക്കെ ആയിരിക്കുമല്ലോ. സോ ഐ ഹോപ്പ് വി ഡോണ്ട് മിസ് ദ മൂവി, അല്ലെങ്കിൽ ഐ എം ദ ഡെഡ് മീറ്റ്. ഞങ്ങൾ ലാസ്റ്റ് സിനിമ കണ്ടത് നാട്ടിൽ പോയപ്പം കസിൻ്റെ ഒക്കെ കൂടെ മറ്റേ ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ. അപ്പോൾ ഇന്ന് നമ്മൾ ആസിഫ് അലിയുടെ രേഖാചിത്രം കാണാൻ പോകുന്നതാണ്. എല്ലാവരും കുഴപ്പമില്ല, നല്ല പടാന്ന് പറഞ്ഞു. അധികം എക്സ്പെക്ടേഷനും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഐ ഹോപ്പ് ഇറ്റ്സ് എ നൈസ് മൂവി. പെട്ടെന്നുണ്ടാക്കിയ പ്ലാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യക്ക് തണുപ്പെല്ലാം പിടിച്ചിട്ട് ആളത്ര ഉഷാറില്ലേനു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്താണ് JVസിലുള്ള സർക്കിൾ മോള്. അപ്പോൾ നമ്മൾ അവിടെയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, സിനിപോളിസിൽ. അടുത്തുള്ളത് കൊണ്ട് തന്നെ ലേറ്റായിട്ട് എത്തിക്കഴിഞ്ഞാലും പ്രശ്നമില്ല എന്നുള്ള രീതിക്കാണ് നമ്മൾ ഇത്രയും കോൺഫിഡൻസോട് കൂടി 4 മണിക്ക് ശേഷം ഇറങ്ങിയത്. കാരണം 4:15 നമ്മുടെ മൂവി ടൈം ഉണ്ടായിട്ടുണ്ടായേ. എന്തായാലും നമ്മളൊരു 4:15 ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായി. വലിയ തിരക്കോ ബഹളോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു മോളാണ് ഈ JVസിലുള്ള സർക്കിൾ മോൾ. അതുകൊണ്ട് തന്നെ ഇവിടെ സിനിമയ്ക്ക് വരാനും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വീട്ടിൽ നിന്ന് തിരക്ക് പിടിച്ചിറങ്ങിയോണ്ട് തന്നെ വാഷ്റൂമിൽ പോകാൻ പറ്റാത്ത ആ ഒരു വിഷമം എൻ്റെ ഭർത്താവ് ഇവിടെ എത്തിയപ്പോൾ തന്നെ വാഷ്റൂമിൽ പോയി തീർത്തു. അതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങൾക്കൊരു 2-3 മിനിറ്റ് വേസ്റ്റായി. എന്നിട്ട് ഞങ്ങൾ വേഗം ഓടി സീറ്റെല്ലാം കണ്ടുപിടിച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയും ലേറ്റ് ആയിക്കാൻ ചിലപ്പോൾ സിനിമ തുടങ്ങിയാലോ എന്ന് പേടിച്ചിട്ടുണ്ടായി. പക്ഷെ നമ്മൾ എത്തിയത് കറക്റ്റ് സമയവും ആദ്യത്തെ പരസ്യവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സിനിമ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിട്ടുള്ളൂ. കുഴപ്പമുണ്ടായിട്ടില്ല, നല്ലൊരു പടമായിരുന്നു. നമുക്കൊരു 1 ടൈം വാച്ചിനൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു സസ്പെൻസ് ത്രില്ലറായിരുന്നു. ഇപ്പോൾ ഉള്ള ഈ മീഡിയാസിലൊക്കെ വരുന്ന പോലെ ഭയങ്കര അടിപൊളി ക്രൈം ത്രില്ലറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് അത്രയും ഒരു രീതിക്ക് ഉള്ളൊരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആദീൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ടായിരുന്നു JVC. അപ്പോൾ അവിടെ പോയി അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു, അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ രാത്രി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി. അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് അവരുടെ എടുക്കുന്ന ഒരു ഡയറി മിൽക്കും പിന്നെ ഒരു റിച്വൽസിൻ്റെ ബോഡി സ്ക്രബും ഞാൻ അടിച്ചു മാറ്റിയിട്ടായിരുന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ടിൽ വി മീറ്റ് വിത്ത് അനദർ വീഡിയോ. Toodles!